എന്താണ് ക്രിപ്റ്റോ? ക്രിപ്റ്റോ എന്ന് പറയുന്നത് 2008 സതോഷി നാക്കമോട്ടോയാണ് ഇത് ഈ വെർച്വൽ കറൻസിക്ക് രൂപം കൊടുത്തത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു കാര്യം വരാൻ എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല. അന്ന് 2008 23 വയസ്സായിരുന്നു. ആ 23 വയസ്സിൽ കിടന്നപ്പോൾ ആർക്കും വലിയ വിശ്വാസമൊന്നുമില്ല. 10,000 കോയിൻസ് ഓരോരുത്തരും മേടിച്ചു. എന്നിട്ട് 10,000 കോയിൻസ് കൊടുത്ത് പിസ മേടിച്ച് കഴിച്ച ആൾക്കാരുണ്ട്. ഇന്ന് ആ കോയിന് ഏകദേശം 1 കോടി വരെ വന്ന് ഇപ്പൊ കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അത് 23 പൈസയുള്ള ക്രിപ്റ്റോ 1 കോടി അടുത്ത് വേണമെങ്കിൽ പറയാം. ഈ കഴിഞ്ഞ മാസം തന്നെ അത് 80 ലക്ഷം രൂപയിലും വന്നു. ഇപ്പൊ അതിൽ കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ട്. അതിന് ഈ ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഒരു ട്രേഡിംഗ് സ്വഭാവം മാത്രമാണ്. ഈ ക്രിപ്റ്റോ എന്ന് പറയുന്ന കറൻസി ഇപ്പൊ നമ്മൾ ബാങ്കിൽ പോയിട്ട് നമുക്കൊരു 10 ലക്ഷം രൂപ US അയക്കണം. അതിന് കുറെ ഫോർമാലിറ്റീസ് ഉണ്ട്. പക്ഷേ ഒരു ഫോർമാലിറ്റീസ് ഇല്ലാണ്ട് കയ്യിലെ വാലറ്റ് വെച്ചിട്ട് ടോക്കൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏത് രാജ്യത്തുള്ള ആൾക്കാർക്കും നമുക്ക് ഫണ്ട് അയച്ചു കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ ഫണ്ട് അയക്കുന്നതോടൊപ്പം കൊടുക്കുക മാത്രമല്ല, ഇതിന്റെ ട്രാൻസാക്ഷൻ്റെ വാല്യൂ അനുസരിച്ചിട്ട് ഇതിന്റെ പ്രൈസ് വാല്യൂ കൂടും. കൂടുതൽ ജനങ്ങൾ ഉപയോഗിച്ച് വരുമ്പോൾ അതിൽ കൂടുതൽ ഡിമാൻഡ് വരും. ഇപ്പോൾ സതോഷി നാക്കമോട്ടോ ഉണ്ടാക്കിയത് 2100 കോടിയാണ്.